100 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇത് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾ തട്ടമറിച്ചൽ ബാക്ടീരിയൽ വീഴ്ച ഇത് മൂന്നിനും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഒരു മെയ് ലാസ്റ്റ് ആകുമ്പോൾ ഒളിച്ചു കൊടുക്കാൻ പറയും, സെപ്റ്റംബർ ആകുമ്പോൾ ഒളിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അത് വേറെ ഒന്നില്ല, നമ്മൾ അതിനകത്ത് സെക്കൻഡറി ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ആവശ്യമുള്ള ഫംഗിസൈഡും ബാക്ടീരിയൽ സൈഡും അതിനകത്ത് ചേർന്നിട്ടുണ്ട് ഉള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യും. പിന്നെ ഒരു ആളുകൾ തട്ടമറിച്ചിൽ സിവിയറായിട്ട് നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഈ ഡൈമെത്തോമാർബ് എന്ന് പറയുന്ന ഫംഗിസൈഡ്, അത് അഗ്രോപേറ്റനൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 10 കിലോ കുമ്മായം 1 കിലോ തുരിശി മിക്സ് ചെയ്തിട്ട് അവിടെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ തുരിശി ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ചെലേറ്റഡ് കാൽസ്യം ചെലേറ്റഡ് കോപ്പറും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാണ്ട് പറയുന്നത്. അപ്പോൾ ഒരു 200 ഗ്രാം ചെലേറ്റഡ് കാൽസ്യവും 200 ഗ്രാം ചെലേറ്റഡ് കോപ്പറും 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് മുക്കാത്തട്ടയ്ക്ക് താഴെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾ തട്ടമറിച്ചിൽ അഡ്വാൻസ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. അല്ല കാണുന്ന ഫീൽഡുകളിൽ തന്നെ ഇതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരുപാട് നമ്പേഴ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ബോഡോ അടിച്ചു കൊടുക്കും. COC യൂസ് ചെയ്യുന്നവർ ബോഡോ മിക്സ് യൂസ് ചെയ്യാറില്ല. അങ്ങനെയാണ് കോമൺ ആയിട്ട് കർഷകരുടെ പ്രാക്ടീസും. ഇപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡിലോ COC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന ബോഡോ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം COC കൊടുക്കുക, ഒരു പ്രാവശ്യം ബോഡോ മിശ്രിതം കൊടുക്കുക. പിന്നെ ഫൈനലായിട്ട് കോസൈഡ് 2000 അല്ല കോസൈഡ് 3000 എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ലഭ്യമാണ്. ലേബിൾ ക്ലെയിം ഉള്ളതാണ്. അത് ഇന്ന് സ്പ്രേ ചെയ്ത് നാളെ ഹാർവെസ്റ്റ് ചെയ്താലും ആ കായ്ക്ക് റെസിഡിയൽ ഉണ്ടാകത്തില്ല. ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾ തട്ടമറിച്ചൽ നിയന്ത്രിക്കാം. അപ്പോൾ ആളുകൾ തട്ടമറിച്ചൽ ഉള്ള സ്ഥലത്ത് നീർവാർച്ച ഉറപ്പ് വരുത്തുക. ഒന്ന്, വെള്ളം കൂടുതൽ കെട്ടിക്കിടക്കാൻ പാടില്ല. അടുത്തുള്ളത് തണൽ ഒരു 50% ഒന്ന്, ഒരു മിനിമം ഒരു 50 to 40%. ഇപ്പൊക്കെ കൊപ്പടിക്കാൻ പറ്റും, കൊപ്പടിക്കുക. അല്ലെങ്കിൽ വെള്ളം കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്, എല്ലാ മെത്തേഡും ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല, ഓപ്ഷനാണ് പറയുന്നത്. അങ്ങനത്തെ മെത്തേഡ് ചെയ്യും.